ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കി കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചീമുട്ടയേറുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുലിന് നേരെ ചീമുട്ടയേറുണ്ടായിരിക്കുന്നു ജയിലിന് പുറത്ത്. രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുകയാണ്. രാഹുലിന്റെ ജാമ്യ ഹർജിയും കസ്റ്റഡി അപേക്ഷയും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ഒരേ ദിവസം കോടതിയിൽ എത്തുകയാണ്. തിരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ രാഹുലിന് നേർക്ക് ചീമുട്ടയേറുണ്ടായിരിക്കുന്നു. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ രാഹുലിന് നേരെ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. ആരാണ് ചീമുട്ടയെറിഞ്ഞത്? സ്മൃതി, കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ഇന്നും പ്രതിഷേധമുണ്ടായി. ഇന്ന് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തിറക്കുന്ന സമയത്താണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ആദ്യം വാഹനം തടയാൻ ശ്രമിച്ചു. ഒരു പോലീസ് ബസ്സിലാണ്, അതായത് വാനിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ വാൻ തടയാനുള്ള ശ്രമമാണ് ആദ്യം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് അവരെ നീക്കം ചെയ്ത് വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്താണ് പ്രവർത്തകർ ചീമുട്ടയെറിഞ്ഞ് പ്രതിഷേധിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ജയിലിന് മുമ്പിൽ തീർത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ കോടതിയിലേക്ക് രാഹുലിനെയും കൊണ്ട് പോലീസ് വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കോടതിക്ക് സമീപമുള്ള ആശുപത്രിയിൽ എത്തിക്കൊണ്ട് വൈദ്യപരിശോധന പൂർത്തിയാക്കും. പക്ഷേ ജയിലിന് മുമ്പിൽ നിന്ന് വാഹനം എടുക്കാൻ പോലീസ് ഏറെ പ്രയാസപ്പെട്ടു, പ്രതിഷേധം കാരണം എന്നുള്ളതാണ് വാസ്തവം. ഏറെ നേരം പ്രവർത്തകർ, ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ പ്രതിഷേധം തീർക്കുകയായിരുന്നു. കനത്ത പോലീസ് സന്നാഹം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും വേഗത്തിൽ രാഹുലിനെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ ഏറെ മണിക്കൂറുകളോളം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വാഹനത്തിൽ ഇരിക്കേണ്ടി വന്നേനെ. പക്ഷേ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രതിഷേധം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറയുന്നു. അതായത് വൈദ്യപരിശോധന നടക്കുന്ന ആശുപത്രി പരിസരത്ത് ഒരുപക്ഷെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോടതിയിലേക്ക്, തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലോ അല്ലെങ്കിൽ കോടതിക്ക് മുൻപിലോ വെച്ച് സമാനമായ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തു കണ്ടാൽ എവിടെ വെച്ച് വേണമെങ്കിലും പ്രതിഷേധിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് ഡിവൈഎഫ്ഐ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കം. അങ്ങനെ പ്രതിഷേധം തീർത്തുകൊണ്ട് രാഹുലിനെതിരെ ആയിട്ടുള്ള തുടർച്ചയായി രാഹുൽ വിഷയം